ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ദീപ്തി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മലതാങ്ങിയില കുറുക്കിയതാണ് കേട്ടോ. കുറേ ആളുകൾക്കെല്ലാം അറിയാമായിരിക്കും മലതാങ്ങിയില കുറുക്കിയത്, എന്നാലും ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കണ്ടേ. പിന്നെ വട്ടവള്ളി, വട്ടോളി, വട്ടവെള്ളരി എന്നൊക്കെയാണ് ഇതിൻ്റെ ഓരോ സ്ഥലങ്ങളിലും അറിയപ്പെടുന്ന പേരുകൾ. ഇത് മരത്തിൽ ചുറ്റിപ്പിടിച്ച് വളരുന്നൊരു വള്ളിച്ചെടിയാണ് കേട്ടോ. പിന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേന് തോടിൻ്റെ അരികത്തും വയൽവരമ്പിലും ഒക്കെ കാണാം, കാട്ടും പ്രദേശത്തും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇല്ല കേട്ടോ, ഇത് തീരപ്രദേശമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ നെയ്വള്ളിയും നൊച്ചിയിലയും മലതാങ്ങിയിലയും എല്ലാം തോനെയുണ്ട്. ഞാൻ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മമ്മ ചെയ്തതെന്ന് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പിന്നെ പണ്ടുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇലയാണെങ്കിൽ ചതച്ചെടുത്ത് അതിൻ്റെ ചാറെടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് കേട്ടോ. ഞാനൊരു എളുപ്പ രീതിയിലാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഞാൻ തയ്യാറാക്കാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ഉണ്ടായാലോ. അപ്പം മലതാങ്ങിയില ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ മലതാങ്ങിയില എന്ന് പറയുന്നത്. ഇതാണ് മലതാങ്ങിയില. ഇതാണ് മലതാങ്ങിയില, കണ്ടോ. ഇത് കറക്റ്റ് 3 പിടിക്കുള്ള മലതാങ്ങിയിലുണ്ട്. ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച ഇലയാണ്. കറക്റ്റ് 3 പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ കണക്ക് തന്നെ ഇത് കരിപ്പട്ടി കറക്റ്റ് 500 ഗ്രാം എടുത്തിട്ടുണ്ട്. 500 ഗ്രാം മൊത്തം ഞാൻ എടുത്തു കേട്ടോ. മധുരം വെച്ചിട്ട് തോനെയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് ഒരു തേങ്ങയുടെ പാലാണ്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാലും 3-ാം പാലും കൂടെ ഉണ്ട് കേട്ടോ. മൂന്നാമത് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അടിച്ചെടുത്തതാണ്. പിന്നെ ഒരു 1/4 കപ്പ് പച്ചരി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചായിരുന്നു. അത് ഞാൻ ജാറിലോട്ട് തന്നെ അങ്ങ് തട്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പച്ചരിയും ഈ ഇലയും കൂടെ ഒരുമിച്ചിട്ടങ്ങ് അരയ്ക്കാം. രണ്ടായിട്ടിട്ട് അരയ്ക്കുന്നതിനേക്കാൾ നല്ല ഒരുമിച്ചിട്ടങ്ങ് അരയ്ക്കുന്നതാണ്. 1/4 കപ്പ് പച്ചരിയാണ് കേട്ടോ. രാവിലെ എടുത്ത് കുതിർത്ത് ഇട്ടതാണ്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് ഞാനിപ്പോൾ 2-ാം പാലും 3-ാം പാലും കൂടെ എടുത്ത് വെച്ചിരുന്നത് അരിച്ചൊഴിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കരിപ്പട്ടിയുടെ പാനിയും ഒഴിച്ച് അരച്ച് വെച്ചേക്കുന്ന പച്ചരിയും ഇലയും കൂടെ ഇതിലോട്ട് ഒരുമിച്ച് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. ഒഴിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നിങ്ങളിത് ഒഴിച്ചാൽ ഉടനെ തന്നെ കൈവച്ചങ്ങ് ഇളക്കിക്കണം. അല്ലെങ്കിൽ ഈ ഇല മാത്രം ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കും. കട്ടിയായിട്ട് മുകളിലിങ്ങനെ പായൽ കിടക്കുന്ന മാതിരി പിരിപിരാന്ന് കിടക്കും. അഥവാ അങ്ങനെ കിടന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. നിങ്ങളൊരു സ്പൂൺ വെച്ചത് കോരി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടെ അരച്ചിട്ട് അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിത് കൈയെടുക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. പിന്നെ ആരോഗ്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ചടിച്ച് നിർത്തിയിട്ട് വേണം ഇത് ഇളക്കാനായിട്ട്. കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ കൈയൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ ഈ ഏലക്കാപ്പൊടി, നെയ്യ് ഇതൊക്കെ ചേർത്ത് പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ ഫ്ലേവർ ഒന്നും ഇഷ്ടമല്ല. ചിലപ്പോൾ നെയ്യൊക്കെ ചേർക്കുമ്പോഴത്തേനും അതിൻ്റെ കുത്തിങ്ങനെ മുകളിലോട്ടങ്ങ് നിൽക്കും. ഇളക്കി ഒരു ഏകദേശം 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും ഒന്ന് കട്ടിയായി വരുമ്പോഴത്തേനും നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് നല്ലതുപോലെ കുറുകി വരണം. അതിൻ്റെ ആ 1-ാം പാലിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ മുകളിലിങ്ങനെ തെളിഞ്ഞ് നിൽക്കും. എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് നിൽക്കും. ആ ഒരു പരുവമാകുമ്പോഴത്തേന് ഇത് വിട്ട് വരും. അപ്പോഴത്തേനും നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവേ. പിന്നെ ഇത് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും കഴിക്കാം. പിന്നെ ഈ ആർത്തവാദ്യമായ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്കുമൊക്കെ ഇത് നമ്മൾ കുറുക്കിയൊക്കെ കൊടുക്കും. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം കൂമ്പും അശോകപ്പൂ കുറുക്കിയതും എല്ലാം ഞാൻ ചെയ്യും വീട്ടിൽ. എനിക്ക് കിട്ടിയാൽ ഞാനത് കളയത്തില്ല, ഞാനത് ചെയ്തെടുക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ ബൈ, സീ യു.